എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 83 ശ്ലോകം 28 മുതല് 38 വരെ 11 ശ്ലോകങ്ങൾ. അങ്ങനെ ലക്ഷ്മണയുടെ വിവാഹമാണ് ഇതിൽ ഏറ്റവും വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ നിഷ്പ്രയാസം ആ പ്രതിബിംബത്തിൽ നോക്കി ലക്ഷ്യം ഭേദിച്ചു. അങ്ങനെ ആർക്കും എല്ലാവരും തോറ്റുമടങ്ങിയ ആ സ്ഥലത്ത് അർജുനന് പോലും സാധിച്ചില്ല. അങ്ങനെ ഭഗവാൻ അതറിഞ്ഞിട്ട് തന്നെയാണ് ലക്ഷ്മണയുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒരു നിബന്ധന വെച്ചത്. പാഞ്ചാലിയുടെ വിവാഹത്തിന് ലക്ഷ്യത്തിലേക്ക് നോക്കി മത്സ്യത്തിനെ നേരിട്ട് ആയാ മതി. ഇത് അങ്ങനെയല്ല, ആ പ്രതിബിംബത്തിൽ നോക്കിയിട്ട് വേണം അസ്ത്രം അയക്കാൻ. അത് ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമേ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ലക്ഷ്യം ഭേദിച്ച് ലക്ഷ്മണയെ വിവാഹം ചെയ്യാൻ തയ്യാറായി വന്നത്. വളരെ സന്തോഷായി ലക്ഷ്മണയ്ക്ക്. ഭഗവാനെ ഭർത്താവായിട്ട് ലഭിച്ച ആ സന്തോഷം എങ്ങനെയൊക്കെയാണെന്ന് ഇതാ വിസ്തരിക്കണം അടുത്ത ശ്ലോകങ്ങളില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. തദ്രംഗമാവിശമഹം കളനൂപുരാഭ്യാം പദ്ഭ്യാം പ്രഗൃഹ്യ കനകോജ്വലരത്നമാലാം നൂത്നേ നിവീയ പരിധായ ച കൗശികാഗ്രേ സവ്രീഡഹാസവദനാ ഭഗവാനെ ഭർത്താവായി സിദ്ധിച്ച ആ സന്തോഷാധിക്യത്തോടെ കല്യാണ മണ്ഡപത്തെ പ്രാപിച്ച തന്നെ 2 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ് ലക്ഷ്മണ. മധുര ശബ്ദമുള്ള ആ പാദങ്ങളിൽ ധരിച്ചു. സ്വർണമണികൾ കൊണ്ട് അധികം തിളങ്ങുന്ന രത്നമാല കയ്യിൽ പിടിച്ചും പുതിയ 2 പട്ടുവസ്ത്രങ്ങള് ഉടുത്തും ലജ്ജ കൊണ്ട് തല താഴ്ത്തിയിരിക്കുന്ന മുഖത്തിലെ മന്ദഹാസം പ്രകാശിപ്പിച്ചും തലമുടിയിലെ പൂമാല കെട്ടിയും കൊണ്ട് ആ സമയത്ത് ഞാൻ രംഗത്തെത്തി. ഉന്നീയ വക്ത്രം ഉരുകുന്തള കുണ്ടലത്തി ഗണ്ഡസ്ഥലം ശിശിരഹാസ കടാക്ഷമോക്ഷേ രാജ്ഞോ നിരീക്ഷ്യ പരിത ശനകേർമുരാരേ അംസേനുരക്തഹൃദയാ നിദധേ സുമാലാം. ധാരാളം തലമുടിയുള്ളതും കാതിലിട്ട രത്നകുണ്ടലങ്ങളുടെ കാന്തിയിൽ അധികം പ്രകാശിക്കുന്ന കവിൾത്തളങ്ങളോട് കൂടിയതുമായ എന്റെ മുഖം അല്പം ഒന്ന് ഉയർത്തി സന്തോഷമായിട്ട് പുഞ്ചിരിയോടുകൂടിയ പഞ്ചാംഗ വീക്ഷണങ്ങളാൽ 4 പാടുമുള്ള രാജാക്കന്മാരെ ഒന്ന് നോക്കി ഞാൻ. അതിനുശേഷം എന്റെ അനുരാഗത്തിൽ വിഷയീഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഴുത്തിൽ മാലയിട്ടു. അപ്പൊ ഈ രാജാക്കന്മാരുടെ സംഘത്തിലേക്ക് നോക്കിയതേ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് പറയണ. അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സംഘത്തിലേക്ക് നോക്കിയത്. താവൻ മൃദംഗപടഹ ശംഖഭേര്യാനകാദയ നിനേതുർ നടനർത്തക്യോ നനുർതു ഗായകാജഗു. അപ്പോഴേക്കും തന്നെ മൃദംഗം, പടകം, ശംഖം, ഭേരി, ആനക വന്നി വാദ്യങ്ങളൊക്കെ അങ്ങോട്ട് മുഴങ്ങി. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും നൃത്തം വെക്കാൻ തുടങ്ങി. പാട്ടുകാര് പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ സംഗീതമയം അന്തരീക്ഷം. ഏവം വൃതേ ഭഗവതി മയേശേ നൃപയൂഥപാ നസേഹിരേ യാജ്ഞസേനീ സ്പർദ്ധന്തോ പൃച്ഛയാതുരാ. പാഞ്ചാലി, ഇങ്ങനെ എന്റെ സ്വാമിയായ ഭഗവാനെ ഞാൻ വരിച്ചത് മന്മഥ വീട കൊണ്ട് വിവേകഹീനന്മാരായ രാജാക്കന്മാര്, ആ മത്സരിക്കാൻ ഒരുങ്ങിയ രാജാക്കന്മാർക്ക് സഹിച്ചില്ല. മാം താവത് രഥമാരോപ്യ ഹയരത്ന ചതുഷ്ടയം ശാർഗമുദ്യമ സന്നദ്ധ തസ്ഥാവാജൗ ചതുർഭുജ. എല്ലാവരും ദേഷ്യം വന്നിട്ട് രാജാക്കന്മാര് യുദ്ധത്തിന്
വന്നു ഭഗവാന്റെ അടുത്തേക്ക്. തൽക്ഷണം ഭഗവാൻ അത്യുത്കൃഷ്ടങ്ങളായ 4 കുതിരകളെ പൂട്ടിയ തേരിൽ എന്നെ ഇരുത്തിയിട്ട് ആ ശാർങ്കം എന്ന ധനുസ്സും ബാണവും ധരിച്ചുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങി അങ്ങോട്ട് നിന്നു. ദാരുകശ്ചോദയാമാസ കാഞ്ചനോപസ്കരം രഥം മിഷിതാം ഭൂഭുജാം രാജ്ഞി മൃഗാണാം മൃഗരാടിവ. സൂതൻ ആ സ്വർണമയമായ തേരിനെ രാജാക്കന്മാരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മറ്റുള്ള മൃഗങ്ങളെ ഒന്നും ശ്രദ്ധിക്കാണ്ട് നിൽക്കുന്ന സിംഹം എന്ന പോലെ ആ സ്വർണമയമായ തേരിനെ സൂതൻ മുമ്പോട്ട് നടത്തി. അവരെയൊന്നും ഒട്ടും ശ്രദ്ധിച്ചേയില്ല. തേ അന്വസജ്ജന്തരാജന്യ നിഷേധും പഥി കേചന സംയത്താ ഉദ്ധൃതേ ശ്വാസ ഗ്രാമസിംഹ യഥാ ഹരിം. ശത്രുക്കളെ സംഹരിക്കാൻ അതിസമർത്ഥനായ ശ്രീഹരിയെ വഴിമധ്യത്തിൽ തടഞ്ഞു നിർത്താൻ അവര് പരിശ്രമിച്ചു. അങ്ങനെ അവര് ചാപബാണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജാക്കന്മാരില് ചിലര് മുമ്പിലും ചിലര് പിന്നിലൊക്കെ ആയിട്ട് സിംഹത്തിന്റെ പിന്നാലെ നായ്ക്കൾ എന്ന പോലെ അവര് ഓടി വന്നു. തേ ശാർങ്ഗച്യുതബാണൗഘൈ കൃത്തബാഹു അംഘ്രികന്ധരാ നിവേദു പ്രധനേ കേചിത് ഏകേ സന്ധ്യഞ്ച്യ തുദ്രുഹു. ഭഗവാൻ ആ ശാർങ്കം എന്ന ചാപം വലിച്ചുവിട്ട ബാണങ്ങൾ കൊണ്ട് കയ്യ് കാല് കണ്ഠമെന്നിവ മുറിഞ്ഞുപോയ ചിലര് യുദ്ധകളത്തിൽ തന്നെ അങ്ങോട്ട് വീണു. മറ്റു ചിലര് ഇത് കണ്ടിട്ട് പേടിച്ച് ഓടിപ്പോയി. തതപുരീം യദുപതിരത്യലങ്കൃതാം രവിച്ഛദധ്വജവട ചിത്രചോരണാം കുശസ്ഥലീം ദിവി ഭുവി ചാപി സംസ്തുതാം സമാവിശൽ തരണിരിവ സ്വകേതനം. എതിർത്തു നിന്ന സകല രാജാക്കന്മാരെയും ഇങ്ങനെ ജയിച്ച ശേഷം ഭഗവാൻ ശ്രീ മുകുന്ദൻ സൂര്യപ്രകാശത്തെ മറയ്ക്കത്തക്ക വിധം നിബിഡമായി ഉയർത്തിക്കെട്ടിയിരിക്കുന്ന കൊടിക്കൂറകളാലും വിചിത്ര തോരണങ്ങളാലും അലങ്കരിക്കപ്പെട്ടതും ആകാശത്തെ ദേവന്മാരാലും ഭൂമിയിലെ വന്ദിസ്തുതി പാഠകന്മാരാലും കീർത്തിക്കപ്പെട്ടതുമായ ആ ദ്വാരകാപുരിയെ സൂര്യൻ അസ്തമയ പർവ്വതത്തെ എന്ന പോലെ പ്രവേശിച്ചു. ഏകദേശം ആ സന്ധ്യാസമയത്തിലായിരുന്നു പട്ടണപ്രവേശനം എന്ന് ഇതൊന്ന് മനസ്സിലാക്കാം നമുക്ക്, അല്ലെ? പിതാമേ പൂജയാമാസ സുഹൃൽ സംബന്ധി ബാന്ധവാൻ മഹാർഘവാസോലങ്കാരേ ശയ്യാസന പരിച്ഛദേ. എന്റെ അച്ഛൻ വളരെ വിലപിടിച്ച വിശേഷ വസ്ത്രങ്ങള്, അലങ്കാരങ്ങള്, ശയ്യകള്, സിംഹാസനങ്ങള്, ഉപകരണങ്ങള് ഇവയെ കൊണ്ടൊക്കെ ബന്ധുക്കള്, വിരുന്നുകാരെ, സ്നേഹിതന്മാരെ ഇവരെല്ലാം സൽക്കരിച്ചു. ഗംഭീരായിട്ടുള്ള വിവാഹ സൽക്കാരം. ദാസീഭി സർവസമ്പൽഭി ഭടേ ഭരതവാജിഭി ആയുധാനി മഹാർഘാണി ദദൗ പൂർണ്ണസ്യ ഭക്തിത. ആന, തേര്, കുതിര, കാലാള് എന്ന 4 വിധ സൈന്യങ്ങള്, ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങള്, സർവസമ്പൽ സമൃദ്ധങ്ങളായ ദാസികള് ഇവയെല്ലാം എന്റെ പിതാവ് സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാന് ഭക്തിപൂർവം നൽകി. ഭഗവാന് യാതൊന്നും ആവശ്യമില്ലെങ്കിലും എന്റെ അച്ഛന്റെ ഭഗവാനോടുള്ള ഭക്തി കാണിക്കാനായിട്ട് ഇതെല്ലാം സ്ത്രീധനമായിട്ട് കൊടുത്തു എന്ന്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.